അതിരാവിലെ ബാംഗ്ലൂരിൽ കൂടെ യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്. ട്രാഫിക് പാടില്ല. ശരിക്കും ഇത്ര എനിക്കൊരു പച്ചപ്പൊക്കെ ആയിട്ടുള്ള ഇപ്പം ഒരു മെട്രോ കാണുകയാണെങ്കിൽ ബാംഗ്ലൂർ തന്നെയായിരിക്കും. ഒരു പ്രത്യേക ഭംഗിയുണ്ട് ബാംഗ്ലൂർ. അതേപോലെ നമ്മളൊരു നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ചെറിയൊരു കോടയൊക്കെ കാണും. ശരിക്കും ഒരു ഹിൽ സ്റ്റേഷനിൽ കൂടെ ഒക്കെ ട്രാവൽ ചെയ്യുന്ന ഒരു ഫീലായിരിക്കും. ഇതാണ് KR പുരത്തിലെ മെട്രോ, ബംഗനഹള്ളി മെട്രോ സ്റ്റേഷൻ. ഇപ്പോൾ ടിൻ ഫാക്ടറിയുടെ മെട്രോ സ്റ്റേഷൻ തന്നെയാണ് നമ്മൾ ബംഗനഹള്ളി മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടിൻ ഫാക്ടറി ഇതൊരു മെയിൻ സ്ഥലമാണ്. ഇവിടുന്ന് നമുക്ക് ഹെബ്ബാൾ പോവാം, അല്ലെങ്കിൽ KR മാർക്കറ്റ് സ്ഥലത്തേക്ക് പോകാം. ബെനിങ്കനഹള്ളി എന്നല്ല, അത് എഴുതിയേക്കുന്ന ബെനിങ്കനഹള്ളിയാണ്. ബംഗനഹള്ളി എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. ശരിയാണ്, ഇംഗ്ലീഷിൽ ബെനിങ്കനഹള്ളിയാണ്. ബൈപ്പനഹള്ളി മെട്രോ സ്റ്റേഷൻ. സുഖമായിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ട്രാഫിക്കിൻ്റെ പ്രശ്നമില്ല. സുഖമായിട്ട് പോകേണ്ടടുത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ലോങ് ടേം ആയിട്ട് പാർക്ക് ചെയ്യേണ്ടത് ഇതിലെത്തി. ഇത്ര നേരമായിട്ടും നമ്മൾ എങ്ങോട്ടാ പോകുന്നു പറഞ്ഞില്ല അല്ലേ? അതിനു മുമ്പ് വെൽക്കം ടു അവർ ചാനൽ ബാംഗ്ലൂർ ബഡീസ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. നമ്മളെ 83 വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ ബാംഗ്ലൂരിനെ കാണുവാനുള്ള ഒരു യാത്രയിലാണ്. യെസ്, കുറച്ച് നേരത്തേക്ക് 1943 ഒരു ടൈം ട്രാവൽ. തമിഴിൽ വായിച്ചവർക്ക് പിടികിട്ടി കാണും. അതെ, ബാംഗ്ലൂരിൻ്റെ സ്വന്തം ലെഗസി വിദ്യാർത്ഥി ഭവനിലേക്ക്. വിദ്യാർത്ഥി ഭവൻ ബാംഗ്ലൂരിയൻസിന് വെറും ഒരു ഹോട്ടൽ മാത്രമല്ല, ജസ്റ്റ് എൻ ഇമോഷൻ. ബാംഗ്ലൂരിൻ്റെ ഒത്തൻറ്റിക് ടേസ്റ്റ് ഫീൽ ചെയ്യാൻ തോന്നുമ്പോൾ കയറി ചെല്ലാൻ തോന്നുന്ന ഒരിടം. അല്പം വൈകിയാൽ മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വരുന്നതുകൊണ്ട് ഞങ്ങൾ കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓൺ ദ വേ അവിടെ ഫോൺ വിളിച്ച് സ്ലോട്ട് ബുക്ക് ചെയ്തു. ഞങ്ങൾക്ക് 8 മണിക്ക് D6 സ്ലോട്ടാണ് കിട്ടിയത്. ആ ഫോൺ നമ്പർ വിദ്യാർത്ഥി ഭവൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. നാഷണൽ കോളേജ് മെട്രോയിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് ജസ്റ്റ് 40 റുപ്പീസിന് ഒരു ഓട്ടോ പിടിച്ച് അങ്ങനെ അവിടെ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇതാ പുള്ളിയാണ് ഇതിൻ്റെ ഓണർ. പുള്ളിയുടെ ആൻസിസ്റ്റേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെറിയ റേറ്റിൽ തുടങ്ങിയത് കൊണ്ടാണ് ഇതിന് വിദ്യാർത്ഥി ഭവൻ എന്ന പേര് വന്നത് അത്രേ. ഞങ്ങൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തതുകൊണ്ട് എത്തിയ ഉടനെ പെട്ടെന്ന് ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റി. पूरी साबु इडली वड़े, 1 प्लेट इडली वड़े, पूरी साबु मसाला दोसे ಎಷ್ಟು? ആദ്യം വന്നത് ഇഡ്ലി സാമ്പാറും കാരാബാത്തും ആയിരുന്നു. ഇഡ്ലി സാമ്പാർ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. സാമ്പാറിന് കുറച്ച് മധുരമുണ്ട്, അതുകൊണ്ട് ചില മലയാളികൾക്ക് ചിലപ്പം പിടിച്ചതൊന്നും വരില്ല. അങ്ങനെയുള്ളവർക്ക് ചട്നി കൂട്ടി കഴിക്കാം. ആദ്യം തന്നെ ഇഡ്ലിയിൽ സാമ്പാർ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. ഈ കാരാബാത്ത് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. നമ്മുടെ ഈ റവ ഉപ്മാവിൽ കുറച്ച് എരിവും മസാലയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പൊള്ളി ഡിഷാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം. പിന്നെ വന്നത് പൂരി സാഗു ആയിരുന്നു. സാഗു എന്ന് പറയുന്നത് നമ്മുടെ ഈ പൊട്ടറ്റോ കുറുമ ബാജി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളതാണ്. ഇറ്റ്സ് ഓക്കെ.
മസാല ദോശ കൊണ്ടുവരുന്നത് ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. അല്പം തടിയുള്ള ദോശയാണ്. ഈ തടിയുള്ള ദോശ കരിയാതെ ക്രിസ്പി ആക്കി എടുക്കാൻ കുറച്ച് പാടാണ്. അതാണ് അവരുടെ ഈ രഹസ്യ കൂട്ടുന്നത് എനിക്ക് തോന്നുന്നു. മസാല ദോശയിൽ ഒരുപാട് എണ്ണയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫുൾ എണ്ണമയാണ്. കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ഇനിയാണ് റിയൽ താരം ഫിൽറ്റർ കോഫി. അത് ഇങ്ങനെ കുടിക്കണം. അടുത്തുനിന്നൊരു പേരൊക്കെ മസാല ഇട്ട് കഴിച്ച് ഓട്ടോയിൽ നാഷണൽ കോളേജ് മെട്രോയിലേക്ക് തിരിച്ചു വീണ്ടും. ദിവസത്തിന് നന്ദി പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എ ബിഗ് താങ്ക് യു ഫ്രം ബാംഗ്ലൂർ ബഡീസ്.